ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 7 ശ്ലോക 1. एवं देव चतुर्दशात्मक जगद्रूपेण जातः पुनः तस्य ऊर्ध्वं खलु सत्यलोकनिलये जातः असि धाता स्वयं यं शंसन्ति हिरण्यगर्भमेकलत्रैलोक्यजीवात्मकं यः अभूत् स्फीतरजो विकारविकसन्नानाससृक्षारसः. ഏവം അല്ലയോ ഭഗവാനെ, ഇപ്രകാരം ദേവ ഭഗവാനെ, ചതുർദശാത്മക, ദശം എന്നാൽ 10, ചതുർ എന്നാൽ 4, അപ്പോൾ ചതുർദശാത്മക എന്നാൽ 10ഉം 4ഉം ചേർന്ന് 14. ജഗത് ലോകം, രൂപേണ ശരീരത്തെ, ജാതക പ്രത്യക്ഷപ്പെട്ട്, പുനഃ വീണ്ടും, തസ്യ ആ ഭഗവാൻ, ഊർധ്വം ഏറ്റവും മുകളിൽ, ഖലു സ്ഥിതി ചെയ്യുന്ന, സത്യലോക സത്യലോകം, നിലയെ നിലകൊള്ളുന്നു, ജാതക പ്രത്യക്ഷപ്പെട്ടു, അസി ഭഗവാൻ, ധാതാ ബ്രഹ്മാവ്, സ്വയം സ്വയേച്ഛയായിട്ട്, യം ആരെയാണോ, ശംസന്തി പറയുന്നത്, ഹിരണ്യഗർഭം അതൊരു നാമധേയം, അഖിലം ലോകത്തിൽ, ത്രൈലോക്യ 3 ഉലകത്തെ, ജീവാത്മകം വിരാട് പുരുഷൻ എന്ന ജീവൻ, യഹ അങ്ങനെ, അഭൂത് ഭവിച്ചു, സ്വീത ആ ഹിരണ്യഗർഭൻ എന്ന ബ്രഹ്മാവ്, രജോ രജോ ഗുണം, വികാര വികാരങ്ങൾ വർദ്ധിച്ചുകൊണ്ട്, വികസൻ വളരെയധികം, നാനാ പല വിധത്തിൽ, സിസൃക്ഷ സൃഷ്ടി നടത്തുന്നു, രഹസ ആഗ്രഹം. एवं देव चतुर्दशात्मक जगद्रूपेण जातः पुनः तस्योर्ध्वं खलु सत्यलोकनिलये जातोऽसि धाता स्वयं यं शंसन्ति हिरण्यगर्भम् अखिलत्रैलोक्यजीवात्मकं यो भूतस्वीदरजो विकारविकसन्नानासൃക്ഷാരസഃ. അങ്ങനെ ഈ ദശകത്തിൽ ഭഗവാൻ ബ്രഹ്മാവിന്റെ തപസ്സിനെയും ആ തപസ്സിന്റെ ഒടുവിൽ ബ്രഹ്മാവ് വൈകുണ്ഠത്തെ ദർശിക്കുന്നതിനെയും കുറിച്ചാണ് ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ആദ്യത്തെ ശ്ലോകം എന്തെന്നാൽ, അല്ലയോ ഭഗവാനെ, ഇങ്ങനെ 14 ലോകത്തെയും ഈ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഭഗവാൻ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ സത്യലോകത്തിൽ നിലകൊള്ളുന്ന ആ ഒരു ബ്രഹ്മാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ബ്രഹ്മാവ് സ്വയേച്ഛയായി ആരെയാണോ നാമം ജപിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നത്, ആ ഭഗവാൻ, ആ ബ്രഹ്മാവിന് 3 ലോകം, വിരാട് പുരുഷ ജീവൻ, അങ്ങനെ എല്ലാത്തെയും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഭഗവാൻ ബ്രഹ്മാവിന് ഇവിടെ ഹിരണ്യഗർഭൻ എന്ന നാമമാണ് ഉള്ളത്. അപ്പോൾ ബ്രഹ്മാവ് ഈ രജോ ഗുണം എന്ന വികാരം വർദ്ധിച്ചു വരികയും അങ്ങനെ പല വിധത്തിലുള്ള സൃഷ്ടി നടത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ.